നിങ്ങൾ വരാൻ വൈകുന്ന എന്താണെന്ന് ഞാനിപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ. നമ്മുടെ എല്ലാം പ്രാർത്ഥന ഫലിച്ചു. വഴിപാട് നടത്തിയതും മല കയറിയതും ഒന്നും വെറുതെ ആയില്ല. അല്ല, മാഷെവിടെ? അത് മാഷ് രാവിലെ ബാങ്ക് വരെ പോയതാ. വിവരം അറിഞ്ഞപ്പോ തന്നെ ഞങ്ങളിങ്ങോട്ട് പോന്നു. മാഷിപ്പോ അങ്ങ് എത്തും. അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാവാത്തതിൽ ഏറ്റവും വലിയ വിഷമം മാഷിനായിരുന്നു. ഓരോ തവണ ഇവിടെ വരുമ്പോഴും മാഷ് അത് പറഞ്ഞ് സങ്കടപ്പെടും. സേതുവേട്ടന്റെ സങ്കടത്തെക്കുറിച്ചും മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കളെക്കാൾ വലിയ സ്ഥാനമാ ഞങ്ങളുടെ അച്ഛൻ ഈ വീട്ടിൽ നൽകിയത്. ഇത്രയും നാള് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നപ്പോ എന്റെ മകൾ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. അന്നൊക്കെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സേതുവേട്ടൻ അവക്ക് നൽകിയ സപ്പോർട്ട് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അച്ഛന്റെ മനസ്സില് ദൈവങ്ങൾക്കൊപ്പമാ ഈ അച്ഛൻ അവള് സ്ഥാനം നൽകിയിരിക്കുന്നത്. കമലേ, അർച്ചന വന്നതിന് ശേഷം ഈ വീടൊരു വീടായി മാറിയത്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വന്നത്. അവളുടെ കണ്ണെത്താത്ത ഒരിടവും ഈ വീട്ടിലില്ല. അവളുടെ ശ്രദ്ധ പതിയാത്ത ഒരു കാര്യവുമില്ല. അവളെ ഏൽപ്പിച്ചിട്ടുള്ള എന്ത് കാര്യമായാലും ശരി, അത് 100% ആത്മാർത്ഥതയോടെ അവൾ ചെയ്യും. അവള് എനിക്കെന്റെ മരുമകളല്ല, മകള് തന്നെയാ. ഒരമ്മയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത്? സ്വന്തം മകൾ ചെന്ന് കയറിയ വീട്ടിലും മകളായിട്ട് ജീവിക്കാന്ന് പറയുന്നത് അതൊരമ്മയുടെ സൗഭാഗ്യമാ. കമലയും മാഷും അവളെ വളർത്തിയത് നേരായ വഴിയിലൂടെ തന്നെയാണ്. മുതിർന്നവരെ ബഹുമാനിക്കാനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും അർച്ചനയ്ക്കറിയാം. ഒരു കുഞ്ഞുകൂടിയാവുമ്പോൾ ശരിക്കും അവൾ ഈ വീടിന്റെ ഗൃഹനാഥയായി മാറും. സച്ചിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കാത്തതായിരുന്നു ഈ വീടിന്റെ ഏറ്റവും വലിയ ദുഃഖം. ഇപ്പൊ അത് മാറി. എന്തായാലും അങ്കിളിന്റെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സങ്കടം പറിച്ചൊരു അവസാനമായല്ലോ. അവസാനമായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ സന്തോഷത്തിലാണ് ഞാൻ. അർച്ചനയുടെ വയറ്റിൽ കൊടുത്ത കുഞ്ഞ് ഈ വീടിന്റെ അനന്തരാവകാശിയാണ്. പൂജയ്ക്ക് വന്ന തിരുമേനി പറഞ്ഞത് ഓർമ്മയില്ലേ? സദ്ഗുണസമ്പന്നനായ സൽപുത്രനെ അർച്ചനയ്ക്കും സച്ചിക്കും കിട്ടുമെന്ന്. എനിക്ക് ഉറപ്പാ. അർച്ചന പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞിനെ തന്നെയായിരിക്കും. സേതുവേട്ടൻ നാവ് പൊന്നായിരിക്കട്ടെ. ആദരിക്കൊരു പെൺകുഞ്ഞ. അർച്ചന എടുത്ത് വളർത്തുന്നതും ഒരു പെൺകുഞ്ഞിനെ തന്നെയാ. അവള് പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞിനെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ തറവാട്ടിലെ ഏക ആൺതരി അവനായിരിക്കും. എത്ര ട്രീറ്റ്മെന്റുകൾ നടത്തി, ഏതെല്ലാം ഡോക്ടർമാരെ പോയി കണ്ടു. ഇപ്പോഴാ എന്റെ മോളുടെ സങ്കടം ഈശ്വരൻ കണ്ടത്. ഓരോന്നിനും ഓരോ സമയമുണ്ട് കമലേ. ജനനവും മരണവും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, ഈശ്വരനല്ലേ. അർച്ചനയ്ക്കൊരു കുഞ്ഞ് പിറക്കാൻ ദൈവം തീരുമാനിച്ച സമയം ഇതാ. അമ്മ ഇങ്ങനെ സംസാരിച്ചു തന്നാ മതിയോ? അച്ഛനെ കാണണ്ടേ? മുറിയിലുണ്ട്. എന്തായാലും നിങ്ങളെ കാണുമ്പോ അവൾക്ക് സന്തോഷാവും. നിങ്ങൾ അകത്തേക്കല്ലേ? ഞാൻ മാഷിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, വാടാ. മോളെ, അമ്മ, അച്ചു. ഇപ്പൊ എന്റെ മോളുടെ സങ്കടമൊക്കെ മാറിയില്ലേ? ഒരമ്മയാവാൻ കഴിയാത്തവളാണെന്ന് ഇനി എന്റെ മോളെ ആരും കുറ്റപ്പെടുത്തത്തില്ല.
നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും എല്ലാം ഫലം ഉണ്ടായി. മോളെ ഏട്ടോ, അനുവേട്ടോ, ഇങ്ങനൊരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ഏട്ടൻ എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു. ഇപ്പൊ നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? എല്ലാ ഭാഗ്യങ്ങളും കൂടി ദൈവം നിനക്ക് ഒരുമിച്ച് തന്നില്ലേ? സച്ചി, കൺഗ്രാറ്റ്സ്. ഒരച്ഛനാവും പോവാ. ഒരുപാട് സന്തോഷം തോന്നുന്നു. ആ സച്ചി, മോളിവിടെ ഇരിക്കെ. അമ്മയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇരിക്കെ. അമ്മയ്ക്ക് സന്തോഷായി മോളെ. അമ്മ, അച്ഛനെവിടെ? അച്ഛൻ വീട്ടിലെ മോളെ. സച്ചിക്കറിയോ, ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച, അതിലേറെ സ്വപ്നം കാണാൻ കൊതിച്ച ഒരു നിമിഷമാണിത്. അച്ചു എനിക്കൊരു കൂടപ്പിറപ്പ് മാത്രമായിരുന്നില്ല, എൻ്റെ മകള് തന്നെയായിരുന്നു. എൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് പിച്ച് വെച്ച് തുടങ്ങിയ അവളുടെ ബാല്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവൾ വളർന്നു വരുന്ന ഓരോ നാളിലും അവളുടെ ജീവിതം മനോഹരമാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ അവളുടെ ഭാവിയെപ്പറ്റിയായിരുന്നു ചിന്ത. വിവാഹിതയായി അവൾ ഭർത്താവിൻ്റെ കൈപിടിച്ച് സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങുന്ന ആ സുന്ദര മുഹൂർത്തമായിരുന്നു മനസ്സെന്നറിയെ. അപ്പോഴൊക്കെ മനസ്സ് പെടഞ്ഞത് അവളുടെ ഭാവിയെപ്പറ്റി ഓർത്ത് മാത്രമായിരുന്നു. ദൈവം അവിടെയും അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു. ജീവന് തുല്യം അവളെ സ്നേഹിക്കുന്ന നിന്നെ ഞങ്ങൾക്ക് നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. സ്വപ്നങ്ങൾ സഫലമായതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ, അതിനെ കൊഞ്ചിക്കാൻ, ലാളിക്കാൻ. ആ കാത്തിരിപ്പ് അതൊരു സുഖമായിരുന്നു. പക്ഷെ ആ കാത്തിരിപ്പ് നീണ്ടുപോയപ്പോൾ പ്രതീക്ഷകൾ തെറ്റുമെന്നുള്ള ഭയമായിരുന്നു മനസ്സ് നിറയെ. എൻ്റെ ഓരോ ദിവസവും പുഞ്ചിരികൾ കൊണ്ട് നിറച്ചിരുന്ന എൻ്റെ അച്ഛമോളെ പിന്നീട് കാണാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം സങ്കടം കൊണ്ട് ഏത് നിമിഷവും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന എൻ്റെ അച്ഛമോളെ കാണാൻ എന്തു പറഞ്ഞവളെ ആശ്വസിപ്പിക്കുന്നോർത്ത് നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാത്തതിൻ്റെ സങ്കടമായിരുന്നു പിന്നീടുള്ള എൻ്റെ ഓരോ ദിവസത്തെയും തകർത്തിരുന്നത്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെന്നൈയിലേക്ക് പോയി ഈ യാത്ര പുറപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളുടെ തുടക്കമായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് അവന്തി ആ വാർത്ത പുറത്തുവിട്ടു. എൻ്റെ അച്ഛമോക്ക് ഒരിക്കലും ഒരമ്മയാവാൻ സാധിക്കില്ല എന്നുള്ള സത്യം. ആ നിമിഷം ഹൃദയം തകർന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചതാ. എല്ലാം തകർന്ന് പൊട്ടിക്കരഞ്ഞു നിന്ന എൻ്റെ അച്ഛമോളെ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും മനസ്സുകൊണ്ട് ഒരു നിമിഷം വെറുക്കുകയും ശപിക്കുകയൊക്കെ ചെയ്തുപോയി.
ഒരു വാക്കുകൊണ്ട് പോലും എനിക്കന്ന് എൻ്റെ അച്ഛമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമായിരുന്നു. സ്നേഹിച്ചത് അർച്ചനയാ. ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അർച്ചനയ്ക്ക് അതിന് സാധിക്കില്ലെന്ന് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ അർച്ചനെക്കുറിച്ച് ഓർത്തായിരുന്നു എൻ്റെ സങ്കടം മുഴുവൻ. അവളെ കൈവിടാനല്ല, എൻ്റെ ജീവൻ്റെ പാതിയായി ചേർത്ത് നിർത്താന് ഇപ്പോഴും എൻ്റെ ശ്രമം. എനിക്കറിയാം നിങ്ങളുടെ മനസ്സ്. ദൈവം കൈവിടില്ല എന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നും അവൾക്ക് പ്രതീക്ഷകൾ നൽകി സച്ചിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ശിവരാമൻ്റെ കുഞ്ഞുമായി അവളിവിടെ കയറി വന്നപ്പോൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കണ്ട് നീ അവൾക്കൊപ്പം നിന്നു. ആ വാർത്തയറിഞ്ഞ് ഞാനിവിടെ കയറി വന്നപ്പോൾ എന്തായിരിക്കും എൻ്റെ പ്രതികരണം എന്നറിയാൻ ചങ്കെടുപ്പോടെ എൻ്റെ മുന്നിൽ നിന്ന എൻ്റെ അച്ഛമ്മോളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് ആരുടേതാണെന്ന്? അത് അമ്മ. ആരുടേതായാലും ശരി, അതിന് അനൂപിന്റെ കയ്യിലേക്ക് കൊടുക്ക്. ഇതാ അനുപേട്ട, ഇന്ന് അമ്മയോടൊപ്പം അമ്പലത്തിൽ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ തേടിയെത്തി. പിന്നെ അച്ഛനെ കൂട്ടാൻ പോലും കാത്തു നിന്നില്ല. അച്ഛനെ കാണാനുള്ള ഓട്ടമായിരുന്നു. അവളുടെ സ്വപ്നം പോവുകയാണെങ്കിൽ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. സച്ചേട്ടൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന അവളുടെ ആഗ്രഹം ദൈവം കേട്ടു. സന്തോഷം കൊണ്ട് എനിക്കിപ്പോൾ എന്താ പറയണമെന്നറിയില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്രയും സന്തോഷിക്കുന്ന ഒരു നിമിഷം കിട്ടിയപ്പോ നിങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് വെറുതെ സങ്കടപ്പെടുവാണോ? അനൂപേട്ടാ, എന്താ ഇത്? നമുക്കിതൊക്കെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കട്ടെ. എന്താ വേണ്ടേ? വേണം സന്ദീപേ, വേണം. എനിക്ക് ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ഓരോ നിമിഷവും ഉത്സവമാണ്. എന്നാ പിന്നെ നമ്മൾ തുടങ്ങുമല്ലോ അനൂപേട്ടാ. ആ പിന്നെ സേതുട്ടാ, ആദ്യത്തെ പ്രസവമാണ്. അത് പെൺവീട്ടുകാരുടെ അവകാശമാണ് അല്ലേടാ? ഏയ്, അവകാശങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ആ പക്ഷേ ഞങ്ങൾ ചെറുക്കം വീട്ടുകാർക്കും ചില കടമകളൊക്കെ ഉണ്ടല്ലോ. 5-ാം മാസം വയറ് കാണൽ ചടങ്ങ്, 7-ാം മാസം വിളിച്ചു കൊണ്ടുപോകും. പിന്നെ പ്രസവം കഴിഞ്ഞ് 56 ദിവസം കഴിയുമ്പോ അമ്മയും കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചിവിടെ കൊണ്ടാക്കും. 2 മാസം അർച്ചന ഈ വീട്ടിലില്ലാന്നൊക്കെ പറഞ്ഞ എനിക്കത് ചിന്തിക്കാൻ തന്നെ വയ്യ. പിന്നെ സേതുവേട്ടാ, ഈ 2 മാസം എന്ന് പറയുന്നൊക്കെ ഇതാന്ന് പറഞ്ഞ പോലെ അങ്ങ് തീരത്തില്ലേ? പ്രസവം കഴിഞ്ഞ് 56 ദിവസം, അതാ ഒരു കണക്ക്. അത് പിന്നെ സർജറി വല്ലതും ആണെങ്കിൽ ഒരു 90 ദിവസം, അതായത് 3 മാസം.
അത് കഴിഞ്ഞാ പിന്നെ അവളെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയല്ലേ കൊണ്ടുവരുന്നത്. അതിന് കമലെ, നമ്മുടെ വീടുകൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവിടെയായാലും ഇവിടെയായാലും എല്ലാം ഒരുപോലെയല്ലേ? ഞാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ചുകൂടി എളുപ്പം ഇവിടെ നിൽക്കുന്ന. അർച്ചനയ്ക്കും അത് തന്നെയായിരിക്കും സന്തോഷം. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ പെൺമക്കളുടെ പ്രസവം എടുക്കാൻ അത് അമ്മമാര് തന്നെ വേണം. അല്ല, നിങ്ങളിത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അർച്ചന പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതല്ലേ ഉള്ളൂ. ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോഴേ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. അത് ശരിയാണല്ലോ. നമ്മളെന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴേ തർക്കിക്കുന്നത്? ആ, പ്രസവത്തിന്റെ കാര്യം പോട്ടെ. ഇന്ന് ഞങ്ങള് സച്ചിയും അർച്ചനയും അങ്ങോട്ട് കൊണ്ടുപോവാ. അതെന്തിനാ ഞങ്ങൾ ഇന്ന് വരുന്നേ? മോനെ, അവിടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേ ഞങ്ങൾ ചില വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. അതൊക്കെ നടത്തണമെങ്കിൽ നിങ്ങളും കൂടെ വേണം. നാളെ തന്നെ നമുക്കതെല്ലാം നടത്തണം. എന്തു പറയുന്നു? ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ടതാ. നമുക്കിത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. മോനെ, അതിന്റെ ആവശ്യമുണ്ടോ? ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ വൈകിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് വന്നാ പോരെ? നാളെ ക്ഷേത്രത്തിൽ പോയി നേർച്ചയെ വഴിപാടും ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാലോ. അമ്മേ, ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഓ, ആ, എന്നാ ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ വന്നാ മതി. എന്താ? നാളെ വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനിതേ അർച്ചനയോടൊന്ന് ചോദിക്കട്ടെ. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ കമലെ? ഈ വീടിനിപ്പോ പുതിയൊരു ജീവൻ വെച്ചു. സച്ചിയുടെ മുഖത്തല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം സേതുവേട്ടന്റെ മുഖത്താ ഞങ്ങൾ കണ്ടത്. ആ, എന്താ, ശരിയല്ലേ? ശരിയാ. അർച്ചനയ്ക്കും സച്ചിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാ. ഈ നെല്ലിശ്ശേരി വീടിന് പുതിയൊരു അവകാശി വരാൻ പോകുന്നു. ആതിരയ്ക്ക് പെൺകുഞ്ഞ, ഇതൊരു ആൺകുഞ്ഞ് തന്നെയായിരിക്കും. അന്ന് പൂജ നടത്താൻ വന്ന ആ തിരുമേനി പറഞ്ഞത് ഓർമ്മയില്ലേ? സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരു പുത്രനെ തന്നെ ലഭിക്കുമെന്ന്. അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്നത് നെല്ലിശ്ശേരിയിൽ ജനിക്കാൻ പോകുന്ന ആൺതരിയ. ഹലോ. ആ, അതെ അതെ. ആ, കേട്ടതൊക്കെ ശരിയാടോ കോൺട്രാക്ടറെ? ഇല്ല, ഇന്ന് രാവിലെ ഉറപ്പിച്ചേ. അതെ അതെ അതെ. ആ, ഒരു മിനിറ്റ്. കോൺട്രാക്ടർ വക്കച്ചനാ. വിശേഷം അറിഞ്ഞിട്ട് വിളിക്കുന്ന. ആ, പറയടോ. എന്തൊക്കെയാ? ആ, ഇനിയിപ്പോ ആഘോഷമല്ലേ? കണ്ടില്ലേ മോനെ, സേതുവേട്ടന്റെ ഒരു സന്തോഷം. ആ, അങ്കിള് പറഞ്ഞ ശരിയാ. ഈ വീടിന് പുതിയൊരു ജീവൻ വെച്ചു. ഈ വീടിന് മാത്രമല്ല, നമുക്കും. അല്ലേ അമ്മേ? ഈ സ്വീറ്റ്സ് മാത്രം പോരാ കേട്ടോ, നല്ല ട്രീറ്റ് വേണം. ഡോക്ടർക്ക് എത്ര വലിയ ട്രീറ്റ് ചെയ്താലും മതിയാവില്ല. അപ്പൊ ശരിക്കും ബമ്പർ അടിച്ചു. കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തപ്പോ റിസൾട്ട് ഉണ്ടായത് കണ്ടില്ലേ? വീട്ടുകാരെല്ലാം ഹാപ്പി അല്ലേ? എല്ലാവരും വലിയ സന്തോഷത്തിലാ ഡോക്ടർ. തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിൻസ് കുറിച്ചു തരാം. ഒന്നുമില്ല, കുറച്ച് അയൺ ടാബ്ലറ്റ്സും ചില ടോണിക്കുകളും. ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ശരീരം അധികം ഇളക്കരുത്. എന്ന് പറഞ്ഞ പഴയതുപോലെ ഓടും ചാടും ഒന്നും ചെയ്യരുത്.
മനസ്സിലായോ? മനസ്സിലായി. ഭാരമുള്ളതൊന്നും എടുക്കരുത്. ഇല്ല. തൽക്കാലം അർച്ചന ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. 2 മാസത്തേക്ക് പൂർണ്ണ വിശ്രമം വേണം. ഒരിടത്തേക്ക് ഒരു യാത്രയും പാടില്ല. അയ്യോ, ഞങ്ങള് അർച്ചനയുടെ വീട് വരെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സാരമില്ല. ഞാൻ പറഞ്ഞത് ഈ ടൈമില് ലോങ് ട്രിപ്പ് ഒന്നും പാടില്ലെന്ന്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രഗ്നന്റ് ആയ പിന്നെ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോകുന്നതും കൺസീവിംഗ് ഫോട്ടോസ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും ആണല്ലോ. അതൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ശരി ഡോക്ടർ, ഞങ്ങക്ക് അങ്ങനെയുള്ള ഹോബീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ശ്രദ്ധിക്കണം.